നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാളിയതോടെ റഷ്യ യുക്രൈനിൽ നടത്തിയ കടന്നാക്രമണം അതിശക്തമായിരുന്നു. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങളെ ഡൊണാൾഡ് ട്രംപ് തള്ളിപ്പറഞ്ഞിരുന്നു. യുക്രൈനെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കാനാണ് പുതിൻ ശ്രമിക്കുന്നതെങ്കിൽ അത് റഷ്യയുടെ നാശത്തിന് കാരണമാകും. അയാൾ നിരപരാധികളെ കൊല്ലുന്നു. പുതിൻ എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല. പുതിൻ ചെയ്യുന്നത് എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. എന്നാൽ തൊട്ടു പിന്നാലെ യുക്രൈനിലെ 4 ഗ്രാമങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് തങ്ങൾ അവിടെ ബഫർ സോൺ സൃഷ്ടിച്ചുവെന്നാണ് റഷ്യ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ ലോകം നടുങ്ങുന്നത് മറ്റൊരു വാർത്തയിലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് നേർക്ക് യുക്രൈന്റെ ഡ്രോൺ ആക്രമണം. ഈ വാർത്ത ഇപ്പോൾ റഷ്യൻ സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. വൻ ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് പുതിൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്ന് റഷ്യ തന്നെ വെളിപ്പെടുത്തി. ചൊവ്വാഴ്ച പുതിൻ കുർസ്ക് മേഖല സന്ദർശിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ശത്രുക്കളുടെ ഡ്രോണുകളുടെ വലിയ തോതിലുള്ള ആക്രമണത്തെ അതിജീവിച്ചുവെന്നാണ് റഷ്യൻ വ്യോമ പ്രതിരോധ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടസ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. തങ്ങൾ റഷ്യൻ പ്രസിഡന്റ് പുതിന് ആകാശത്ത് പ്രതിരോധമൊരുക്കിയെന്നും ശത്രുക്കളെ തുരത്തിയെന്നും ഡാഷ്കിൻ അറിയിച്ചു. റഷ്യൻ വ്യോമ പ്രതിരോധ വിഭാഗത്തിന്റെ കമാൻഡറാണ് യൂറി ഡാഷ്കിൻ. യുക്രൈനിലേക്ക് റഷ്യ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഇപ്പോൾ പുതിന്റെ ഹെലികോപ്റ്ററിന് നേർക്ക് യുക്രൈൻ നടത്തിയ പ്രത്യാക്രമണം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഏകദേശം 1000-ഓളം ഡ്രോണുകളാണ് യുക്രൈന് നേർക്ക് റഷ്യ തൊടുത്തത്. ഇക്കാര്യത്തിൽ ട്രംപ് ശക്തമായ വിയോജിപ്പ് അറിയിച്ചിരുന്നു. റഷ്യയുടെ സർവനാശത്തിലാണ് ഇനി കാര്യങ്ങൾ കലാശിക്കുകയെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറയുന്നു. അതിനിടയിൽ ജർമ്മനിയും ഫ്രാൻസും റഷ്യക്കെതിരെ പരസ്യ യുദ്ധാഹ്വാനവുമായി കളത്തിലിറങ്ങി. പുതിൻ അമേരിക്കയോടും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോടും കള്ളം പറയുകയാണ്. റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഇമ്മാനുവൽ മാക്രോൺ വെളിപ്പെടുത്തി. യുക്രൈൻ അതിർത്തിക്കുള്ളിൽ കടന്ന് ബഫർ സോൺ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ റഷ്യയുടെ ലക്ഷ്യം. ഈ തന്ത്രത്തിന്റെ ഭാഗമായി 4 ഗ്രാമങ്ങൾ റഷ്യ പിടിച്ചെടുത്തു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്ഥിരമായി റഷ്യൻ ആക്രമണം നേരിടുന്ന ഗ്രാമങ്ങളായിരുന്നു ഇവ. നൊവങ്കെ, ബാസിവ്ക, വസ്ലിവ്ക, സുരോവ്ക തുടങ്ങിയ നഗരങ്ങളാണ് ഇപ്പോൾ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ജനങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിച്ചു. നേരത്തെ മറ്റു ചില പ്രദേശങ്ങൾ യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്തിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ യുക്രൈൻ സൈന്യം അതികഠിനമായി ഇപ്പോൾ പൊരുതിക്കൊണ്ടിരിക്കുന്നു. റഷ്യൻ സൈന്യത്തിന് നേർക്ക് ശക്തമായ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ സേന അവകാശപ്പെട്ടു. ഒരു കാര്യം വ്യക്തമാണ്, അത്ര എളുപ്പമല്ല യുക്രൈനെ കീഴ്പ്പെടുത്താൻ റഷ്യയ്ക്ക്. മറുവശത്ത് ജർമ്മനിയും ഫ്രാൻസുമൊക്കെ ഇപ്പോൾ യുക്രൈന് കൂടുതൽ പിന്തുണ അറിയിച്ചു. വേണ്ടിവന്നാൽ റഷ്യക്കെതിരെ സംയുക്ത പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസും നടത്തുന്നത്. ഇത് മേഖലയിൽ യുദ്ധം കൂടുതൽ ശക്തിപ്പെടാൻ ഇടവരുത്തും. കീവ് നഗരത്തിന് ജർമ്മനി ദീർഘദൂര മിസൈലുകൾ നൽകുമെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് പ്രഖ്യാപിച്ചു. റഷ്യൻ പ്രദേശത്തിനുള്ളിലേക്ക് യുക്രൈൻ സൈനിക ആക്രമണങ്ങളെ പൂർണ്ണമായി ജർമ്മനി പിന്തുണയ്ക്കുന്നു. ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, US എന്നീ രാജ്യങ്ങൾ കൂടുതൽ ആയുധങ്ങൾ യുക്രൈന് നൽകുമെന്ന പ്രഖ്യാപനമാണ് ഇന്നലെ നടത്തിയത്. ആയുധങ്ങൾക്കുള്ള എല്ലാ പരിധി നിയന്ത്രണങ്ങളും തങ്ങൾ എടുത്തുകളഞ്ഞുവെന്ന് ഈ രാജ്യങ്ങൾ അറിയിച്ചു. പാരീസ്, ലണ്ടൻ, വാഷിംഗ്ടൺ എന്നീ കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിനകം ദീർഘദൂര മിസൈലുകൾ യുക്രൈന് വിതരണം ചെയ്തു കഴിഞ്ഞു. റഷ്യൻ പ്രദേശത്ത് അതിശക്തമായ ആക്രമണം നടത്താൻ അവർ യുക്രൈനോട് ആവശ്യപ്പെട്ടു. പാലങ്ങൾ, ബങ്കറുകൾ തുടങ്ങിയ ഘടനകൾക്ക് വലിയ നാശം വരുത്താൻ ശക്തിയുള്ള ബുദ്ധിമാനായ വാർഹെഡ് സംവിധാനമുള്ള ജർമ്മൻ ടോറസ് മിസൈലുകളാണ് യുക്രൈൻ സായുധ സേനയ്ക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ബ്രിട്ടീഷുകാരോ ഫ്രഞ്ചുകാരോ ഞങ്ങൾക്കോ അമേരിക്കക്കാർക്കോ യുക്രൈനിലേക്ക് എത്തിക്കുന്ന ആയുധങ്ങളുടെ കാര്യത്തിൽ ഇനിയൊരു പരിധിയുമില്ല. തിങ്കളാഴ്ച ബെർലിനിൽ നടന്ന സമ്മേളനത്തിൽ മെർസ് ഉറക്കെ പറഞ്ഞു. യുക്രൈന് സ്വയം പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ജർമ്മനി പറഞ്ഞു. റഷ്യയിലെ സൈനിക സ്ഥാപനങ്ങൾക്ക് നേരെ യുക്രൈൻ ആക്രമണം നടത്താനും ജർമ്മനി ആഹ്വാനം ചെയ്തു. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകാനുള്ള തീരുമാനങ്ങൾ സാധ്യതയുള്ള ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് ലോകത്തെ തള്ളിയിടുന്നുവെന്ന് പുതിൻ പറഞ്ഞു. ഒത്തുതീർപ്പിലെത്താനുള്ള ശ്രമങ്ങളെ ഇത് പൂർണ്ണമായി പരാജയപ്പെടുത്തുന്നു. ജർമ്മനി നൽകുന്ന ടോറസ് ക്രൂയിസ് മിസൈലുകൾ അത്ര നിസ്സാരക്കാരല്ല. 500 കിലോമീറ്ററിലധികം ദൂരപരിധി. നേരത്തെ ബ്രിട്ടനും ഫ്രഞ്ചും നൽകിയ സ്റ്റോം ഷാഡോസ് മിസൈലുകളെക്കാൾ ഇരട്ടി പ്രഹരശക്തിയുണ്ട് ഈ ക്രൂയിസ് മിസൈലുകൾക്ക്. അമേരിക്ക നൽകുന്ന ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റത്തെക്കാൾ കൂടുതൽ കരുത്തനാണിവ. അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് സമാധാനമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച് യുക്രൈന് നൽകിയിരുന്ന സൈനിക സേവനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു.
എന്നാൽ പിന്നീട് പുതിനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇപ്പോൾ അമേരിക്ക യുക്രൈന് നൽകുന്നത് ശക്തമായ പിന്തുണ. മറുവശത്ത് യുക്രൈനും അമേരിക്കയും തമ്മിലുള്ള കരാർ പ്രാവർത്തികമാക്കുന്നതിൽ ട്രംപ് പൂർണ്ണമായി വിജയിച്ചു. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഉറച്ച പിന്തുണയോടെ മാത്രമേ യുക്രൈൻ റഷ്യൻ പ്രസിഡന്റ് പുതിൻ സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് നേർക്ക് ആക്രമണം നടത്തൂ എന്ന് വ്യക്തമാണ്. അവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രം പുതിൻ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അത്ഭുതകരമായി പുതിൻ രക്ഷപ്പെട്ടുവെങ്കിലും യുക്രൈൻ്റെ നിരീക്ഷണത്തിനുള്ളിൽ തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് എന്ന് വ്യക്തം. പ്രസിഡന്റിന്റെ വിമാനപാതയിൽ എത്തുന്നതിന് മുൻപ് റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോൺ തടഞ്ഞു നിർത്തി നശിപ്പിച്ചുവെന്നാണ് റഷ്യൻ വ്യോമപ്രതിരോധ യൂണിറ്റ് കമാൻഡർ പറയുന്നത്. കുർസ് മേഖലാ പ്രദേശത്തിന് മുകളിലൂടെ സുപ്രീം കമാൻഡർ ഇൻ ചീഫിന്റെ വിമാനം പറക്കുമ്പോൾ ആക്രമണത്തിന്റെ തീവ്രത ഗണ്യമായി വർദ്ധിച്ചുവെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരേ സമയം വ്യോമാക്രമണത്തിൽ ഏർപ്പെടുകയും വ്യോമാതിർത്തിയിൽ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. ഡാഷ്കിൻ പറഞ്ഞത് ഇങ്ങനെ: രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യൻ പ്രദേശത്തേക്കുള്ള ആദ്യത്തെ പ്രധാന വിദേശ സൈനിക മുന്നേറ്റമായിരുന്നു 2024 ഓഗസ്റ്റിൽ യുക്രൈൻ നടത്തിയത്. റഷ്യയുടെ കുർസ് മേഖല അവർ പിടിച്ചെടുത്തു. ഒബ്ലാസ്റ്റിലേക്ക് അതിർത്തി കടന്നുള്ള കടന്നുകയറ്റം റഷ്യയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അതിനുശേഷം യുക്രൈൻ സൈന്യം ഈ പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ തങ്ങളുടെ പിടിയിൽ ഒതുക്കി നിർത്തി. മാർച്ച് 25-ന് ഉത്തര കൊറിയൻ സേനയുടെ സഹായത്തോടെ റഷ്യ വലിയ തോതിലുള്ള പ്രത്യാക്രമണം നടത്തുകയും അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് പുതിൻ മേഖല സന്ദർശിക്കാനായി പുറപ്പെട്ടതും പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന് നേർക്ക് യുക്രൈൻ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നതും. റഷ്യയ്ക്ക് നേരെ നാറ്റോ രാജ്യങ്ങൾ മിസൈൽ ആക്രമണം നടത്തണമെന്ന് ജർമ്മനി ആവശ്യപ്പെട്ടു. യുക്രൈൻ ആയുധങ്ങൾ നൽകുന്നതിൽ ജർമ്മനിയും മറ്റ് സഖ്യശക്തികളും ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ നിയന്ത്രണങ്ങളും അവർ പിൻവലിച്ചു. പുതിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നു. റഷ്യ സർവനാശത്തിലേക്ക് പതിക്കുമെന്നാണ് ട്രംപ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. നയതന്ത്ര ചർച്ചകളിൽ പുതിൻ ട്രംപിനെ കബളിപ്പിച്ചുവെന്ന് ഇമ്മാനുവൽ മാക്രോൺ കുറ്റപ്പെടുത്തുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വത്തിക്കാൻ മധ്യസ്ഥത വഹിക്കണമെന്ന് നേരത്തെ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ റഷ്യ ഇക്കാര്യത്തിൽ കനത്ത വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത്. ചുരുക്കത്തിൽ നാറ്റോ രാജ്യങ്ങൾ കൂടുതൽ പ്രകോപിതരായി നിൽക്കുന്നു. മറുവശത്ത് റഷ്യ യുക്രൈന് മേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ യുക്രൈന് പൂർണ്ണ പിന്തുണ നൽകി റഷ്യ അതിർത്തിക്കുള്ളിൽ കടന്ന് ആക്രമണം നടത്താൻ ന്യൂക്രൈന് മേൽ സമ്മർദ്ദം. റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ ജർമ്മനി ആഹ്വാനം ചെയ്യുന്നു. ലോകം കടുത്ത ഭീഷണിയിലേക്ക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.